ഈ സംസ്ഥാനത്ത് എന്തായാലും അതിശക്തമായ തീവ്ര മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു മഴ ഇങ്ങനെ തുടരുന്നതിൽ കുറേയധികം ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലോടെ തന്നെയാണ് ആളുകൾ നോക്കുന്നത്. നിലവിൽ അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? നിലവിലെ അന്തരീക്ഷ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ന് ഈ കേരളത്തിന് അടുത്തൂടെ, അതായത് ഏകദേശം 10 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിന്റെ മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. അത് കിഴക്ക് പടിഞ്ഞാറായി അതിന്റെ ഓറിയന്റേഷനാണ്. അതുപോലെ തെക്കൻ കർണാടകത്തിനും സമീപ പ്രദേശത്തിനും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും 3.1 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും കാണപ്പെടുന്നു. ഇവയുടെ സ്വാധീനത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത 5 ദിവസത്തേക്ക് മഴയുടെ തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ്. ഇന്ന് ജൂലൈ 17, 19, 20 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമായതോ മഴ, അതായത് 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിന് മുകളിൽ ഉണ്ടാവുന്ന മഴ 1-2 സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 18, 21 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയും അത്യന്തം കനത്തതോ ആയ മഴ, അതായത് 24 മണിക്കൂറിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെയോ ആയ മഴ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 22, 23 തീയതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.